ഹായ് ഫ്രണ്ട്സ്, ചേന ഉപയോഗിച്ചിട്ട് നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെജിറ്റേറിയൻകാർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചേനയുടെ ആ പുറംതൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ കൈ ചൊറിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ ഈ പുറം ഭാഗത്ത് ടച്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കൈയൊന്നും ചൊറിയൊന്നുമില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നീട് അരയ്ക്കുന്ന അരപ്പിൽ കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 2-3 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കണം. ഒരു വിസിലാകുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലൊന്നും അരയേണ്ട ആവശ്യമില്ല ഇതിന്. എന്നാലും കുറച്ചൊന്ന് അരയും വേണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കടുക് വറുത്തിട്ട് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കടുക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക് കൂടി ചേർക്കണം. ഇപ്പോൾ ചേന വെന്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. വറ്റൽമുളകൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ആ ചേന ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് ലൂസായിട്ട് വേണ്ട, കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് തിളച്ച് പോകേണ്ട ആവശ്യമില്ല. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക് യു.